ഷോപ്പിൽ ഇരിക്കാൻ ചേറില്ലാത്തോണ്ട് കുട്ടി തേണ്ട കാലും കഴിച്ചിട്ട് ഒരു പെട്ടിക്കകത്ത് കയറി കിടപ്പും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം മഴക്കാലം അല്ലേ വരുന്നത്, അതുകൊണ്ട് നേരത്തെ തന്നെ വിറകെല്ലാം വെട്ടിക്കീറി അടുക്കളയിലാക്കാന്ന് പറഞ്ഞാൽ അച്ഛൻ അത് ചെയ്തോണ്ടിരിക്കുക. ഞാൻ നമ്മുടെ സ്കൂൾ ഷോപ്പിങ്ങിനുള്ള പോക്കാണ് കേട്ടോ. നമ്മൾ എല്ലാ വർഷവും പാവപ്പെട്ട കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ബുക്കും ബാഗും മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അത് മേടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. ഇത് കൊട്ടാരക്കര റിയൽ ബസാറിലാണ് ഞാൻ വന്നത് കേട്ടോ. ഇതാകുമ്പോൾ സ്കൂൾ ഷോപ്പിങ്ങിനുള്ള കംപ്ലീറ്റ് സാധനം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. വേറെ വേറെ കടകളിൽ കയറി നമുക്ക് വെറുതെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നേ. കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ചു വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എനിക്ക് നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂടുതൽ സാധനം മേടിക്കാനുണ്ടായിരുന്നുണ്ട്. ഞാൻ ഒരുപാട് വൈകിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. അവിടെ വെച്ച് ഒരുപാട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫുകളും മിക്ക ആൾക്കാരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ഓടി എന്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ പിന്നെ അവരുടെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ഏതോ ഒരു കുട്ടി നടന്ന് ക്ഷീണിച്ച് അവസാനം ചെയറില്ലാത്തതുകൊണ്ട് ദേണ്ട ആ പെട്ടി കയറി കിടപ്പും പിടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും ആ പെട്ടി കിട്ടിയാൽ ഒന്ന് കിടന്നാൽ കൊള്ളുന്നുണ്ടായിരുന്നു. അതുപോലെ നടുവേദനായിരുന്നു കേട്ടോ. ഇത് നമ്മളെ ഇതൾ കളക്ഷനിലെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി നമുക്ക് കുറച്ച് ബുക്ക് സ്പോൺസർ ചെയ്തായിരുന്നേ. പിന്നെ 2-3 പേര് നമുക്ക് ക്യാഷും തന്ന് സഹായിച്ചായിരുന്നു. ഈ ജേണലിൽ എന്റെ കൂടെ കൂടിയ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. രാത്രിയിലെ വീട്ടിൽ വന്നിട്ട് മേടിച്ച സാധനം ബില്ലുമായിട്ട് എല്ലാം ഒത്തു നോക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ ഗീവ് വിന്നേഴ്സിനെ നാളത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.